അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ടു സുനീസ് കിച്ചൻ. ഇന്ന് നമുക്ക് കിച്ചൺ ട്രഷറിൻ്റെ ഗോതമ്പ് റവയും കൊണ്ട് ഉപ്പുമാവായാലോ. അതിനായി ഒരു കടായി നന്നായി ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. രണ്ട് സവാള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താണ്, അതും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഒരു കഷ്ണം ചേർത്ത് കൊടുക്കാം. രണ്ട് പച്ചമുളക് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. നമ്മളിവിടെ 1 കിലോ ഗോതമ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് സിമ്മിൽ വയ്ക്കാം. റവ കുറേശ്ശായിട്ട് ഇളക്കി കൊടുക്കാം. സിമ്മിൽ തന്നെ ഇതിരുന്നിട്ട് വെന്ത് വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും, റവ വെന്ത് കിട്ടില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഗ്യാസ് നമ്മളിപ്പം സിമ്മിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ട് ഒതുക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഇതൊന്ന് അടച്ചു കൊടുക്കാം, നന്നായിട്ട് വെന്ത് വരട്ടെ. നമ്മുടെ ഗോതമ്പ് റവയും കൊണ്ടുള്ള ഉപ്മാവ് കണ്ടോ, നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര നേരം അത് സിമ്മിൽ തന്നെ ഇരുന്നിട്ട് വെന്ത് വന്നതാണ്. നമ്മൾ കുറച്ച് റവട്ട ഉണ്ടാക്കിയാലും വെന്ത് കഴിയുമ്പോൾ നല്ല പെരുക്കുണ്ടാകും. ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരവിയത് ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള ഗോതമ്പ് റവയും കൊണ്ടുള്ള ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ കുഞ്ഞ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.